ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു വലിയൊരു അപ്ഡേറ്റ് കിട്ടി. വേറെ ഒന്നല്ല, നമ്മുടെ ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ പല സൈഡിൽ നിന്നും പല ആൾക്കാരും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്, കർണാടക റോമിയോ പിക്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യ സെയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഡിസ്ട്രിബ്യൂഷന്റെ. നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് കേരളത്തിൽ ആരാണ് ഈ സിനിമ വിതരണത്തിന് എടുക്കുക എന്നുള്ളതായിരുന്നു. നമുക്ക് ഏറെക്കുറെ അറിയായിരുന്നു അത് ഗോകുലം ഗോപാലൻ തന്നെ അവന് നല്ല ചാൻസ് നടന്നു. ഓൾറെഡി നമ്മൾ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ എടുക്കാൻ നല്ല ചാൻസ് ഉള്ളത്. കാരണം കേരളത്തിൽ ഒരു പക്ക ഒരു മൊണോപോളി സെറ്റപ്പിൽ അവർ വന്നിരിക്കുകയാണ്. എല്ലാ വലിയ പടങ്ങളും അവർ തന്നെയാണ് എടുക്കുന്നത്. വേറെ ആൾക്ക് തൊടാൻ പറ്റാത്ത ലെവലിലേക്ക് പ്രൈസ് അവര് ഹ്യൂജ് ആയിട്ടുള്ള പ്രൈസ് അവർ കയറ്റി വെച്ച് അവർ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നോർമലി പണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഐഫാർ മീഡിയ, അതുപോലെ ഗ്ലോബ് ലൈൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എടുത്തിരുന്നു. പിന്നെ മാജിക് ഫ്രെയിംസ് എടുത്തിരുന്നു. ഇപ്പോൾ വലിയ പടങ്ങളും മൊത്തം എടുക്കുന്നത് ഗോകുലം ഗോപാലനാണ്. റീസെന്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലിയോ, ജയിലർ, അത്തരത്തിലുള്ള എല്ലാ സിനിമകളും. പിന്നെയും ഇപ്പൊ ഒരു അടുത്തായിട്ട് ഇപ്പൊ കൽക്കി എടുത്തത് നമ്മുടെ ദുൽഖറിന്റെ വൈഫാർ ഫിലിംസ് ആയിരുന്നു. അപ്പോൾ എടുക്കുന്നുണ്ട് എങ്കിൽ കൂടിയിട്ട് ഭൂരിഭാഗം സിനിമകളും എടുക്കുന്നത് ഗോകുലം ഗോപാലനെ ഗോകുലം ഫിലിംസ് എന്ന് പറയുന്ന ബാനറാണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കേരളത്തിൽ അവർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എത്ര കോടി രൂപയ്ക്കാണ് ഓൾ കേരള വിതരണാവകാശം എടുത്തിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഹ്യൂജ് പ്രൈസ് തന്നെയായിരിക്കും ഓരോ സിനിമ കഴിയും തോറും. അതായത് ഓരോ തലപതി സിനിമ കഴിയും തോറും വിതരണത്തിന്റെ പൈസയുടെ എമൗണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം നമുക്ക് ശരിക്കും. എങ്ങനെ പോയി ലിയോ എടുത്തത് 12 കോടി സംതിങ് അങ്ങോട്ടായിരുന്നു തോന്നുന്നു. 12-16 ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോ എന്തായാലും അത്ര ഇല്ലെങ്കിൽ കൂടിയിട്ട് ആ റേഞ്ച് ഓഫ് എമൗണ്ട് വന്നിട്ടുണ്ടായിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കാരണം ഓൾറെഡി ദളപതി സിനിമ ആയതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻസ് ലിയോന്റെ അത്ര ഇല്ലെങ്കിൽ കൂടിയിട്ട് ആ ടൈം ആകുമ്പോഴേക്കും ഈ എക്സ്പെക്ടേഷൻസും ഈ ആരവങ്ങളും അല്ലെങ്കിൽ ഹ്യൂജ് ഡിമാൻഡ് പടത്തിന് വരുന്നുള്ള കാര്യത്തിൽ കൺഫേം ആണ്. അപ്പോൾ കിട്ടുന്ന ചാൻസസ് ഒക്കെ അവർ എടുക്കുകയാണ്. പുതിയൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഈ ഒരു രംഗത്തേക്ക് വരണ്ട എന്നുള്ള ഒരു എന്താ പറയാ മൊണോപ്പൊളി സ്വഭാവം ഉണ്ടല്ലോ. നല്ലതാണ്, ഇതൊന്നും തെറ്റൊന്നും പറഞ്ഞില്ല. കഴിവുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ അവരുടെ കാശുണ്ടെങ്കിൽ അവരെടുക്കുക. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നതാണെങ്കിലും സിനിമകൾ നോക്കും. ഇപ്പൊ തമിഴ് സിനിമ പ്രൊഡ്യൂസേഴ്സ് നോക്കും തന്റെ സിനിമ ആ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ വിചാരത്തിന്റെ എടുക്കുന്ന കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവർ എത്രത്തോളം സിനിമകൾ എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ്, അല്ല ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തന്നെയാണ് നമ്മളുടെ ഗോകുലം ഫിലിംസ്. പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ കമ്പനിയും കൂടിയാണ്. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ അതിൽ ഒരു ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ത് തന്നെയാണെങ്കിലും സെപ്റ്റംബർ 5-നാണ് സിനിമ റിലീസ് ചെയ്യണത്. നല്ല എക്സ്പെക്ടേഷൻസ് ഇപ്പോൾ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും നമ്മുടെ മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്നു ഇത് ഗോകുലം ഗോപാലന്റെ ഗോകുലം ഫിലിംസ് തന്നെയാണ് വിതരണത്തിനെടുക്കാൻ നല്ല ചാൻസ് എന്നുള്ളത്. അപ്പൊ ഇനി ഏതൊക്കെയാണ് തിയേറ്ററുകൾ കേരളത്തിൽ റിലീസ് ചെയ്യാൻ പോണെന്നുള്ളത് നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോകുലം ഫിലിംസിന്റെ ലിസ്റ്റിലുള്ള തിയേറ്റേഴ്സ് തന്നെയായിരിക്കും മിക്കവാറും ലിയോനെ കൊടുത്തിരുന്ന പോലെ തിയേറ്റേഴ്സ് തന്നെയായിരിക്കും ചാർട്ട് ചെയ്യാം. അപ്പോൾ സിനിമയുടെ അപ്ഡേറ്റ്സുകൾ ഇനി വരും ദിവസങ്ങൾ വരും തന്നെയാണ് അർച്ചന കൽപ്പാത്തി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ചാനലിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.